ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. 18,000-ഓളം പേജുള്ള റിപ്പോർട്ടാകും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകുക. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു വിശദാംശങ്ങളുമായി. സിബി, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? എപ്പോഴാണ് ഇത് സമർപ്പിക്കുക? ഷമി, പൗരത്വ ഭേദഗതി നിയമത്തിനും ഏകീകൃത സിവിൽ കോഡിനുമെതിരെ RSS ശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട RSSന്റെ അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. എന്തായാലും ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് ഇപ്പോൾ BJP സർക്കാർ എത്തിച്ചേരുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രായോഗികമാകില്ലെങ്കിലും 2029 രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയം RSSന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കാൻ ഒരുങ്ങിയാണ് BJP സർക്കാർ. ഇതിന്റെ ഭാഗമായി രണ്ട് തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. ഒന്ന് ലോ കമ്മീഷന്റെ പഠനവും മറ്റൊന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ പഠനമാണ്. ഇതിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടാണ് ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകാൻ പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 8 വാല്യങ്ങളായി ഏകദേശം 18,000-ഓളം പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഇത് ഗുണകരമാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കും, ഒരു ഏകാധിപത്യത്തിലേക്ക് രാജ്യം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഫെഡറലിസത്തിനെതിരാണെന്നല്ല നിലയും പ്രതിപക്ഷ പാർട്ടികൾ CPIയും കോൺഗ്രസും അടക്കം നിലയും വളരെ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് RSSന്റെ അജണ്ട നടപ്പാക്കാൻ രാജ്യം ഒരുങ്ങുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമിതി റിപ്പോർട്ട് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ ഒരു റിപ്പോർട്ട് സമാനമായ തന്നെ രീതിയിലുള്ള റിപ്പോർട്ടാണ് ലോ കമ്മീഷനും ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോ കമ്മീഷൻ റിപ്പോർട്ടും തയ്യാറായി എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഈ നിയമ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് യദുരാജ് അവസ്ഥയാണ് ഈ ഒരു ലോ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ലോ കമ്മീഷൻ റിപ്പോർട്ടും ഏതാണ്ട് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സാമ്പത്തികമായും എല്ലാ നിലയും രാജ്യത്തെ സഹായിക്കുമെന്നുള്ളതാണ് ഇവരുടെ വാദം. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്നിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഈ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇത് നൽകിയേക്കും. ഷിബി, തുടരുക. ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ വീണ്ടും ED റെയ്ഡ്. തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് പരിശോധന. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിബി?